വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഗവർണറോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി. രാജ്ഭവനെ വി ശിവൻകുട്ടി അവഹേളിച്ചെന്നാരോപിച്ച് ഗവർണർ നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രഖ്യാപനം. വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു. വിനോദ്, രണ്ടാം തവണയാണ് ഈ വിഷയത്തിനകത്ത് സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത്. ഏത് തരത്തിലാണ് മുഖ്യമന്ത്രി സർക്കാർ ഈ നിലപാട് രാജ്ഭവനെ അറിയിച്ചത്? അപർണ, മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രി കത്തിലൂടെ വ്യക്തമാക്കുന്നത്. രാജ്ഭവൻ നേരത്തെ സർക്കാരിനോട് ഇതിൽ കത്ത് കൊടുത്തൊരു വിശദീകരണം ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രി ഈ കത്ത് നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും ബിംബങ്ങളോ ചിത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ആ ഒരു കാര്യം സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എന്ന നിലയിൽ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പെരുമാറാനേ കഴിയൂ എന്ന കാര്യമാണ് മുഖ്യമന്ത്രി കൃത്യമായി ഈ കത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് ഗവർണറുടെ നിലപാട് അല്ലെങ്കിൽ ഗവർണർ പറയുന്നു കുട്ടികൾക്ക് മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചു, ശിവൻകുട്ടി ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപമാനമായി, അതിലാണ് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കത്ത് നൽകിയത്. പക്ഷേ ആ കത്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായൊരു മറുപടി നൽകുന്നത്. ഇത്തരത്തിലുള്ള ഒരു കാര്യവും അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ് ശിവൻകുട്ടി ചെയ്തത്. ഈ ഭരണഘടനാ ബാഹ്യമായ ഏതെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിംബങ്ങളോ അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പൂർണ്ണമായും മന്ത്രി ചെയ്തത് ശരി എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരു കത്ത് നൽകുമ്പോൾ സ്വാഭാവികമായും ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ വിവാദം ഉടൻ അവസാനിക്കുന്ന ഒരു ലക്ഷണമില്ല. കാരണം രാജ്ഭവനുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ചിത്രം വയ്ക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് രണ്ടാം തവണയാണ് സർക്കാർ അറിയിക്കുന്നത്. നേരത്തെ കത്ത് മുഖാന്തരം അറിയിച്ചിരുന്നു ഇത്തരം ഈ ഭാരതാംബ ചിത്രം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി അക്കാര്യം രാജ്ഭവനെ അറിയിക്കുകയാണ്. അതുമാത്രമല്ല, പരസ്യമായി മന്ത്രിമാർ അടക്കം, അത് ഇടത് നേതാക്കൾ ഒന്നടങ്കം തന്നെ ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ രാജ്ഭവനുമായുള്ള തർക്കം ഉടൻ അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ അവസാനിക്കില്ല എന്ന ഒരു സൂചന പുറത്തു വരുന്നത്. ഗവർണർ തൻ്റെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ നടക്കുന്ന പരിപാടികൾ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ പോലുള്ള പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്ന മറ്റ് പരിപാടികളിൽ ഈ ചിത്രം വയ്ക്കാൻ തന്നെയാണ് രാജ്ഭവൻ്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ തർക്കം ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. അപർണ. വി വിനോദ വിവരങ്ങൾ നൽകിയത്.